അസ്സാം വലൈക്കും ഹായ് ഓൾ. വെക്കേഷനല്ലേ, രാവിലെ അതിൽ നല്ലോണം കിടന്നുറങ്ങിയേട്ടാ. 9 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അതും എങ്ങനെ എഴുന്നേറ്റേ? മീൻകാരൻ്റെ ശബ്ദം കേട്ടിട്ട്. അങ്ങനെയെങ്കിൽ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് പച്ചക്ക് നല്ല ഫ്രഷ് ചീര പറിച്ചുകൊണ്ട് വച്ചിട്ടുണ്ട്. പിന്നെന്താണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇല്ല ലഞ്ചും ഇല്ല, എല്ലാം റെഡിയാക്കി എടുക്കണം. 9 മണിക്കാണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ തന്നെ വേഗം 9 മണിക്ക് എഴുന്നേറ്റപ്പോൾ തന്നെ ചായക്ക് ഉണ്ടാക്കി കുടിച്ച് ഞാനും മക്കളും. ഞാൻ വേഗം ചിക്കനും ഫിഷൊക്കെ കഴുകിയെടുത്ത് വന്നട്ടാ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് മക്കളും കൂടി ഇപ്പോൾ ഹെൽപ്പാക്കാൻ ഞാൻ അവരെ കൊണ്ട് മാക്സിമം ഫോണിൻ്റെ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം തന്നെ കൂട്ടു കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, വായിലെ വെള്ളം പറ്റുമെന്ന് പറയും, അങ്ങനെ പറയും നമ്മളെ നാട്ടിൽ. കാരണം പറഞ്ഞ് അങ്ങനെയും പറഞ്ഞെടുപ്പിക്കണം. അങ്ങനെയും പറഞ്ഞ് അവരെ കൊണ്ട് മുറ്റത്ത് എന്താ പറയുക, ചൂലിട്ട് മുറ്റം ഒന്ന് അടുപ്പിക്കുകയും പിന്നെ ഉൾഭാഗമൊക്കെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ച് ഞാൻ നേരെ കിച്ചണിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പൂരി ഉണ്ടാക്കാൻ നമ്മൾ ലേറ്റായാലും എന്താ ചെയ്യുക, പൂരിയാണല്ലോ. അപ്പോൾ പൂരി വിത്ത് ചിക്കൻ കറി. അതോടൊപ്പം തന്നെ എൻ്റെ ഗ്യാസ് ഇപ്പം തീരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10 മണിയായി. നമ്മൾ 9 മണിക്ക് എഴുന്നേറ്റ് ചായ കുടിച്ച് മത്തിയാണ് കിട്ടിയത്. അത് മുറിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയമാണേ. അപ്പോൾ മത്തി മുറിച്ച് ചിക്കനൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് വിശപ്പൊന്നും ആയിരിക്കില്ല, എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റാവും, ലഞ്ച് ലേറ്റാവും, അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു റുട്ടീൻസ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, എല്ലാപ്പോൾ ഒരേ മെത്തേഡ് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ വൈകിട്ടൊക്കെ അതും രസം തന്നെയാണ് അങ്ങനെ. പക്ഷേ ചൂടായതുകൊണ്ട് രാവിലെ ജോലികൾ കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പക്ഷേ ഇന്നൊരു മഴക്കാറുണ്ട് കേട്ടോ. രാത്രി നല്ല മഴയും പെയ്തിന്, അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ മടിയും വന്നത്. അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറീൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് തീരാനായിട്ടുള്ള ഏത് നിമിഷവും തീരും എന്നുള്ള ടെൻഷനിൽ ഞാനിങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഇന്ന് തീരെ വയ്യ, ഓൾറെഡി ലേറ്റായിട്ടാണ് എഴുന്നേറ്റുള്ളത്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഗ്യാസ് ഇങ്ങനെ ഓഫാക്കി കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുക. ഇത് ആദ്യം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക 2 വിസിലടിച്ചെടുത്ത് അതിനുശേഷം തക്കാളി വീണ്ടും ഇട്ടിട്ട് 1 വിസിലടിച്ചെടുക്കും. കാരണം വഴറ്റാൻ കുറേ സമയമില്ല. പിന്നെ എനിക്ക് ഇവിടെ മക്കൾക്ക് ഇല്ലേ, ചിക്കൻ കറിയിൽ ഉള്ളി തക്കാളി ഒന്നും കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല, എല്ലാം പേസ്റ്റ് രൂപത്തിലായി കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതേപോലെ വേഗം ഒന്ന് വിസിലടിച്ചിട്ടാൽ നമുക്ക് കുറേ സമയം വഴറ്റേണ്ട. ആ ഒരു ഗ്യാസിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തക്കാളി ഇട്ട് ഒന്ന് വിസിൽ വന്നതിന് ശേഷം മല്ലി മുളക് ആ ഒരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, ഞാൻ ഇന്ന് കുരുമുളകിലല്ല സാധാ മുളക് പൊടി തന്നെ കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പൂരിക്ക് ആ ഒരു കറി കേട്ടോ രസം. പെപ്പർ കറീനെക്കാട്ടും രസം നമ്മൾ സാധാ നോർമൽ നാടൻ ചിക്കൻ കറിയും ആ ഒരു പൂരിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മല്ലിയും മുളകും പിന്നെ കാശ്മീർ ചില്ലിയും റെഡ് ചില്ലിയും കൂടി മിക്സാക്കി പൊടിച്ചതാണേ. പിന്നെ അതുകൊണ്ട് അത്ര എരിവുണ്ടാവില്ല. ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ഒരു ചൂട് തന്നെ നല്ലപോലെ ഒന്ന് ആ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി വാർത്ത ചിക്കനും ഇട്ട് വിസിലടിച്ചെടുക്കാം. പണ്ടത്തെ പോലെയല്ല, കുറേ സമയം ഇങ്ങനെ ഗ്യാസിൽ നമ്മൾ മൈൻഡാക്കാത്തൊരു സംഭവമായിരുന്നല്ലോ. അങ്ങനൊരു യുദ്ധം നടന്നതിൻ്റെ പേരിൽ നമ്മൾ കിച്ചണിൽ ഇത്രയും കഷ്ടപ്പാട് ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും വന്നും തോന്നുമല്ലേ, ഞാനും ഏകദേശം അഡ്ജസ്റ്റ് ആയി. ഇപ്പോൾ ചായയെല്ലാം ഞാനില്ലേ ഫസ്റ്റ് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം തിളപ്പിച്ച് എനിക്ക് ഇഷ്ടം നല്ലോണം തിളച്ച് കുറുകിയ ചായ കുടിക്കാനൊക്കെ. ഇപ്പം ചായയൊക്കെ തിളച്ച് ഓഫ് ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ. കാരണം നമുക്കങ്ങനെ ഇല്ല, ഇപ്പോൾ പേടിയാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പം തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അവിയൽ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറി ഫ്രിഡ്ജ് കിടപ്പുണ്ട്. അതൊക്കെ കൂടിയിട്ട് അവിയലാകുമ്പോൾ ഒന്നുമില്ല, കുറേ സമയമൊന്നും വേണ്ട. അതാണ് സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈ പച്ചക്കറിയിലൊന്ന് വഴറ്റിയിട്ട് തേങ്ങ കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ അവിയൽ റെഡിയായി, കറി അങ്ങ് റെഡിയായി. പിന്നെ ഇപ്പോൾ പരിപ്പ് വെക്കണേ കുക്കറിൽ കുറേ സമയം വേവണോ, പിന്നെ വേറെ എന്തെങ്കിലും മീൻ കറിയൊക്കെ ആണെങ്കിൽ നമുക്കത് തിളച്ചെടുക്കാൻ ഇത്തിരി സമയം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് ഇതാക്കുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് മോര് കുടിക്കാൻ കൊടുത്താൽ പ്രശ്നം സോൾവ് ആയിട്ടാ. അങ്ങനെ ഒഴിച്ച് കറി നിർബന്ധം ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ആക്കാവുന്നതാണ്. അങ്ങനെ ചിക്കൻ കറി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചോറിന് ചിക്കൻ കറി ഒഴിക്കാം, അതും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കുട്ടികൾ സാധാ ചോറിന് ചിക്കൻ കറി കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ പിന്നെ ആ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ഇപ്പോൾ രാത്രിത്തെ കാര്യമാവും, രാവിലത്തെ കാര്യം ഒരേ കറി മതിയല്ലോ. അപ്പോൾ ഉച്ചക്ക് അവിയലും ചോറും ഫിഷ് ഫ്രൈയും മത്തി കുറച്ച് മുളകിട്ടിട്ട് പൊരിക്കാനാക്കിയാൽ അതും മതിയല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, വളരെ വൈകി എഴുന്നേറ്റാൽ നമ്മളെപ്പോഴും ഒന്നിക്കേണ്ട പുട്ട് അല്ലെങ്കിൽ പൂരി അങ്ങനെ. ഞാൻ പൂരിക്ക് പൊടി വയ്ക്കുന്നത് കുറച്ച് ഗോതമ്പ് മാവ് കൂടി ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ സെയിം ഈക്വലായിട്ടല്ല ഇന്ന് എടുത്തത്, കൂടുതൽ മൈദമാവ്, അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ്, കുറച്ച് റവ ഇട്ട് ഉപ്പിട്ട് ഇതിൽ കുറച്ച് പാൽപ്പൊടി ഇട്ടാൽ നല്ലതാണ്, ഇത്തിരി പഞ്ചസാര ഇട്ടാൽ നല്ലതാണ്. അതൊക്കെ പൂരീനെ ടേസ്റ്റ് കിട്ടും. ഞാൻ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ മാത്രമാണെങ്കിൽ പാൽപ്പൊടിയൊന്നും ഇടില്ല കേട്ടോ, വെറുതെ അനാവശ്യ ചിലവ് വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് മൈദ ഇട്ടത്, അല്ലെങ്കിൽ ഈക്വലായിട്ട് എടുക്കാം നമുക്ക്. അതൊക്കെ ഓരോ നമ്മുടെ എടുക്കുന്ന ചില സമയത്തുള്ള മൂഡ് പോലെയാണ്. അപ്പോൾ പച്ചക്കറിയിലൊന്ന് വാടി വന്നത് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വാട്ടിയെടുത്തത്. വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ ഈ തേങ്ങയിൽ നമുക്ക് ക്രഷ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, വെറും തേങ്ങയിലേക്ക്
മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിരുമ്മി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ചിരകിയത് തലേ ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഫിഷൊക്കെ ഇന്ന് കട്ട് ചെയ്തതാണ്. അങ്ങനെ എടിപിടിയെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് അതിനിടയ്ക്ക് പൂരിയുടെ മാവ് കുഴച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും പിന്നെ മക്കളൊക്കെ വിശക്കുന്നു വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ചീര, നമ്മളെ വീട്ടിലുണ്ടായ ചീര ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പേരി ആക്കണം. പക്ഷേ അതിനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ച് പൂരി ഒന്ന് പരത്തി പൊരിച്ചെടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ആ ചീരയെ കൂടി വറുത്തെടുത്താൽ ഫിഷ് ഫ്രൈയും ചെയ്താൽ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഒരു ദിവസത്തെ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കുള്ള ഫുഡ് 3 നേരത്തെ ഉണ്ടാക്കിയെടുത്താൽ അത് അതിനേക്കാളുപരി അത് ക്ലീനിങ്ങും കൂടി കഴിയുമ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ടാസ്ക് അതാണല്ലോ. അത് എത്രയും പെട്ടെന്ന് കഴിച്ചെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. വെക്കേഷൻ ആയാലുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂളുണ്ടാകും, നമ്മളിനി എത്ര വയ്യെങ്കിലും നമ്മൾ ആ എഴുന്നേറ്റ് രാവിലത്തെ എടിപിടിയെന്ന് പറഞ്ഞാൽ ചറ പറയാന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ലഞ്ചൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് നമ്മുടെ ജോലികൾ കഴിയും. ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. പക്ഷേങ്കിൽ വെക്കേഷൻ ആയാലുള്ള പ്രശ്നം വെച്ചാൽ രാവിലെ തന്നെ മടിയായിരിക്കും, എഴുന്നേക്കാൻ മടി. രാവിലെ തലേ ദിവസത്തെ നമ്മൾ ആലോചിക്കും സ്കൂളുണ്ടെങ്കിൽ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. ഞാനിപ്പോൾ വെക്കേഷൻ ആയപ്പോൾ മുതലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമേ ഞാൻ ഓർക്കൂലേ. എന്നാൽ രാവിലെ എന്തെങ്കിലും പുട്ടോ പൂരിയോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടല. ഇപ്പോൾ ഈ സ്കൂൾ പൂട്ടിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദോശ മാവൊക്കെ അരച്ച് വെക്കും, ഇഡ്ഡലിക്ക് അരച്ച് വെക്കുമോ, അങ്ങനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമല്ലോ. ഇപ്പോൾ വെക്കേഷൻ ആയാലും ഒരു അലസ മട്ടാണ്. കാരണം ഈ ഒരു സമയത്തല്ലേ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ആവട്ടെ എന്നുള്ളതിലാണ്. കാരണം ഞാൻ വിചാരിക്കും, കാരണം അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്താൽ നമുക്ക് ഒന്നാമത് എനിക്ക് അധികം ചൂട് തട്ടിയാൽ പിന്നെ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്നറിയില്ല, പണ്ട് മുതലേ അങ്ങനെ 10 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സിസ്റ്റം എനിക്ക് വരാറേ ഇല്ല. കാരണം ഓൾറെഡി സൈഡിലൊരു ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ചിക്കൻ കറി പണ്ടത്തെ പോലെ വറ്റിച്ച് കുറുകി ചിക്കൻ കറി ഒന്നും ആക്കിയെടുത്തില്ല. കാരണം അത്യാവശ്യം ഗ്രേവി വേണം നമുക്കിപ്പോൾ, രാവിലെയും വേണം രാത്രിയൊക്കെ കറി എത്തണമല്ലോ. പിന്നെ ചോറ് വെക്കുന്ന ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ചോറ് ഞാൻ ഈസി ആയിട്ട് കുക്കറിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, സാധാ ചോറ് തന്നെയാണ്. അപ്പോൾ വെള്ളം തിളച്ചാൽ നമ്മൾ അരി കഴുകി ഇട്ടിട്ട് അതിലേക്ക് ചില ആൾക്കാർ ഉപ്പിടില്ലല്ലേ ചോറ് വെക്കുമ്പോൾ. ഇവിടെ എല്ലാവർക്കും ഉപ്പ് വേണം കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ തിളച്ചാൽ നമ്മൾ ഒറ്റ വിസിലടിച്ചെടുക്കാം കേട്ടോ. ഒരേ ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഫുള്ളായിട്ട് വിസിൽ പോകാൻ കാക്കണ്ട, കുറച്ച് വിസിൽ പോയതിന് ശേഷം വിസിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കാം. ചിലപ്പോൾ നമ്മൾ എപ്പോഴും അറിയില്ല ഓരോ അരിയുടെ രീതിക്കനുസരിച്ച്. അതിനിടയിൽ ഞങ്ങൾ അതവിടെ വിസിൽ വരാൻ വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വിസിൽ വന്ന് ആ ഒരു ഓഫ് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ പിന്നെ കംപ്ലീറ്റ് വിസിൽ പോകാന്നതിന് മുമ്പേ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ എന്താക്കിയാൽ ചോറ് വെന്തിനോ നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചാൽ ചോറ് സെറ്റായിട്ടാ. ഭയങ്കര ഈസി ആയിട്ടാ. ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനെ വെച്ചത് എൻ്റെ അമ്മായി പറഞ്ഞു തന്നിട്ട് വെച്ചതാണ്. പക്ഷേങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അവരൊരു യൂട്യൂബിലെല്ലാം ചോറെല്ലാം കുക്കറിലല്ലേ വെക്കുന്നത്, എനിക്കറിഞ്ഞൂടെ കുക്കറിൽ ചോറ് വെക്കാനും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അധികം മറ്റുള്ള ചാനലുകളെ കാണൽ വളരെ കുറവാട്ടാ, എനിക്കറിയില്ല. അപ്പോൾ ആരോ ചാനൽ കണ്ടത് അങ്ങനെ തോന്നും. അമ്മായി പറഞ്ഞു ഇങ്ങനെയാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് വെക്കാറുള്ളതെന്ന് പറഞ്ഞ്. ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞാൻ കുടുക്കയിൽ ചോറ് വെക്കുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ചോറ് കിട്ടണം അങ്ങനെയുള്ള ആളാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് പണി ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഹൈറായി മാറിയിട്ടുണ്ട്. അത് അങ്ങനെ ചീര മുറിച്ചെടുത്ത് അതിലേക്ക് ഉള്ളിയോ പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തട്ടാ. അതുണ്ടല്ലേ ഒന്ന് തിളച്ചപ്പോൾ എൻ്റെ ചോറ് വെന്തിട്ടുള്ളൂ. ഫസ്റ്റ് ആ വിസിൽ വന്നപ്പോൾ ഒരു കല്ലിപ്പുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ വാഷർ കഴിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ കേട്ടോ വാർത്തിയെടുക്കുന്നത്. ഞങ്ങൾ പറയും ഇവിടെ ചോറ് വാർക്കുന്നതെന്നാണ് പറയുക. ഇപ്പോൾ ഓരോ സൈഡിലും അല്ലെങ്കിൽ നേരെ അരിപ്പയിലേക്ക് ഊറ്റിയെടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വാർന്ന് ചോറ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിന്. അങ്ങനെ വെള്ളക്കെട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ചോറായിട്ട് മാറി. ആ ഒരു പാത്രത്തിൽ ഒക്കാത്തോണ്ട് വേറൊരു പാത്രത്തിലാട്ടോ ആക്കിയത്. കണ്ടില്ലേ ചോറ് നല്ലോണം സെറ്റായി കിട്ടി. പിന്നെ മത്തി ഫ്രൈ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഉപ്പേരിൻ്റെ മേലാടെ വെക്കും കേട്ടോ. എന്നാൽ പിന്നെ വേറൊരു പാത്രത്തിലാകുമ്പോൾ അതും എണ്ണ കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ പൂരിയായി, ചിക്കൻ കറിയുണ്ട്, പിന്നെ അവിയലും ഉണ്ട്. ഇനിയൊരു മോരും ആയാൽ ഇവിടെ കുശാലായി. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം വളരെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത് വളരെ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടും ഞാൻ ടെൻഷൻ അടിച്ചിരുന്നു എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത്. പക്ഷേങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈസി മെനു എപ്പോഴും ഞാൻ പറഞ്ഞതാണല്ലോ ഈസി മെനു. അപ്പോൾ 11:30 ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ്